തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഏപ്രിൽ 9 വോട്ടെടുപ്പ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും മെയ് 4 കേരളത്തിനൊപ്പം അസവും പുതുച്ചേരിയും ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലെത്തും. ഏപ്രിൽ 23 തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 23 ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പും ഏപ്രിൽ 29 രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പും നടക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പ്രഖ്യാപിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ മെയ് 4 തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനാൽ ഇന്ന് മുതൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് SIR ശേഷം മാർച്ച് 13 വരെയുള്ള കണക്ക് പ്രകാരം 2.70 കോടി വോട്ടർമാരായുള്ളത്. ഇനിയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ അവസരമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇനി വാശിയേറിയ പോരാട്ടത്തിനാകും സാക്ഷ്യം വഹിക്കുക. കേരളത്തിൽ 3ാം തുടർഭരണം LDF ലക്ഷ്യമിടുമ്പോൾ അധികാര വഴിയിൽ തിരിച്ചെത്താനുള്ള പരിശ്രമത്തിലാണ് UDF. തമിഴ്നാട്ടിലാകട്ടെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK സർക്കാരും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ AIADMK ഭരണത്തിൽ തിരിച്ചെത്താമെന്ന സ്വപ്നം കാണുമ്പോൾ നടൻ വിജയ് നയിക്കുന്ന TVKയുടേത് അത്ഭുത വിജയമെന്ന സ്വപ്നമാണ്. 34 വർഷത്തെ CPM ഭരണത്തിന് അറുതി വരുത്തി 2011 അധികാരത്തിലേറിയ മമതയുടെ തൃണമൂൽ ബംഗാളിൽ തുടർച്ചയായ 4ാം ഭരണത്തിനായുള്ള പോരാട്ടത്തിലാണ്. ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന BJP ബംഗാൾ ജനതയും ഡബിൾ എഞ്ചിൻ സർക്കാരിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയിലാണ്. അധികാര വഴിയിൽ തിരിച്ചെത്താമെന്ന പ്രതീക്ഷ CPMഉം കോൺഗ്രസും പങ്കുവയ്ക്കുന്നുണ്ട്. അസമിൽ BJP അധികാര തുടർച്ച ലക്ഷ്യമിടുമ്പോൾ കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിക്കാമെന്ന വാശിയിലാണ്. പുതുച്ചേരിയിലും സമാനമാണ് അവസ്ഥ. കഴിഞ്ഞ വർഷം ജൂണിൽ ആരംഭിച്ച് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നിവയുൾപ്പെടെ 11 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടത്തി. പുതുതായി വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ എല്ലാ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരും എണ്ണൽ ഫോമുകൾ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ ചില വിഭാഗത്തിലുള്ള വോട്ടർമാർ പൗരത്വം ഉൾപ്പെടെയുള്ള യോഗ്യത തെളിയിക്കുന്നതിന് അധിക രേഖകൾ സമർപ്പിക്കുകയും ഹിയറിംഗുകൾക്ക് ഹാജരാവുകയും വേണം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ SIRന്റെ 2ാം ഘട്ടം പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്തെ ദേശീയ പൗരത്വ രജിസ്റ്റർ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്തതിനാൽ അസമിനെ ദേശീയ പരിശോധനയിൽ നിന്നും ഒഴിവാക്കിയതായി CEC പറഞ്ഞിരുന്നു. ഇതുവരെ ബീഹാർ, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗോവ, ലക്ഷദ്വീപ്, പുതുച്ചേരി, ഗുജറാത്ത്, തമിഴ്നാട്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, കേരളം എന്നിവിടങ്ങളിലായി 18.98 കോടി വോട്ടർമാരുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കമ്മീഷൻ ഡേറ്റ വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശിലെ SIR പുരോഗമിക്കുകയാണ്. അന്തിമ പട്ടിക ഏപ്രിൽ 10 പ്രസിദ്ധീകരിക്കും. അതേസമയം ഏപ്രിൽ മുതൽ ശേഷിക്കുന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ പ്രക്രിയ നടപ്പിലാക്കാൻ കമ്മീഷൻ പദ്ധതിയിടുന്നുണ്ട്. 2000കളുടെ തുടക്കത്തിലാണ് സംസ്ഥാനങ്ങളിലുടനീളം അവസാനമായി വോട്ടർ പട്ടിക തീവ്രമായി പരിഷ്കരിച്ചത്. അതിനുശേഷം ഓരോ തിരഞ്ഞെടുപ്പിന് മുമ്പും വർഷം തോറും വോട്ടർ പട്ടിക പുതുക്കി തുടങ്ങി. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, കുടിയേറ്റം, ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർമാർ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യത എന്നിവ കാരണം ഈ പ്രക്രിയയുടെ ആവശ്യകത അനുഭവപ്പെടുന്നതായി 2025 ജൂൺ 24 SIRന് ഉത്തരവിട്ടപ്പോൾ EC പറഞ്ഞിരുന്നു. എന്നിരുന്നാലും പ്രതിപക്ഷം ഈ പ്രക്രിയയെ പിൻവാതിലിലൂടെയുള്ള പൗരത്വ പരിശോധനയായി കണ്ടു. നിരവധി ഹർജിക്കാർ ECയുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ വർഷം കോടതിയിൽ പരിഗണനയിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.